ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗാന്ധിജി കി നമക് കഥ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇൻ ഘട്നാവും കോ ക്രമ സെ ലിഖെ. ഈ സംഭവങ്ങളെയൊക്കെ ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. അതെല്ലാവർക്കും ചെയ്യാൻ എളുപ്പമാണല്ലോ. ഈ ലൈൻസൊക്കെ എപ്പോഴാണ് സംഭവിച്ചത് എന്ന് മാത്രം എടുത്തെഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? ഗാന്ധിജി പേദൽ ദാണ്ഡി കി സമുദ്ര കെ കിനാരെ ചൽപ്പടി. ഗാന്ധിജി ദാണ്ഡിയുടെ സമുദ്രത്തിൻ്റെ തട്ടിലോട്ട് നടന്നു പോവുകയാണല്ലേ, ഫസ്റ്റ് അതാണ്. പിന്നെ യാത്രാ കെ ദൗരാൻ ഹസാറോ ലോഗ് ജുട്ത്തെ ഗയെ. യാത്രയിൽ ആയിരക്കണക്കിന് ആൾക്കാർ ഗാന്ധിജിയുടെ കൂടെ ചേരുകയാണ്. രാസ്ത മേ കൈ ഗാവ് പടി. രാസ്തേ മേ കൈ ഗാവ് പടി. പോകുന്ന വഴിയിൽ പല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. सभी लोग रात किसी गाँव में काटते और सुबह फिर चल पड़ते. എല്ലാവരും രാത്രി ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ കഴിഞ്ഞുകൂടും, എന്നിട്ട് രാവിലെ വീണ്ടും നടക്കാൻ തുടങ്ങും. സമുദ്ര കെ പാനി സേ നമക് ബനാക്കർ അംഗ്രേസോं का कानून तोड़ा. സമുദ്രത്തിൻ്റെ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം പൊട്ടിച്ചു, ലംഘിച്ചു. इस प्रकार गांधी जी ने पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. ഈ ഒരു വഴിയിലൂടെ ഗാന്ധിജി മുഴുവൻ ദേശത്തിലെയും ആൾക്കാരെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിതരാവാനുള്ള ഒരു വഴി കാട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, ക്രമത്തിലെടുത്ത് എഴുതണം. വായിച്ചാൽ ജസ്റ്റ് ഒന്ന് മനസ്സിലായവർ ഇത് ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ് റപ്പട്ട്ലിക്ക്, അതായത് റിപ്പോർട്ട് എഴുതാനാണ് പറയുന്നത്. ഗാന്ധിജി അഹമ്മദാബാദ് സെ പൈദൽ ചൽക്കർ ദാണ്ഡി പഹുഞ്ചി. ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് പൈദൽ എന്ന് പറയുമ്പോൾ കാൽനടയാത്രയോടെ ദാണ്ഡിയിലെത്തുകയാണ്. ഖുദ് നമക് ബനാക്കർ, ഒറ്റയ്ക്ക്, ഖുദ് എന്ന് വെച്ചാൽ സെൽഫ് അല്ലെങ്കിൽ ഒറ്റയ്ക്ക്, നമക് ബനാക്കർ സ്വയം ഉപ്പുണ്ടാക്കിയിട്ട് അംഗ്രേസോं का कानून तोड़ा ബ്രിട്ടീഷുകാരുടെ ആ ഒരു നിയമം ലംഘിക്കുകയാണ്. ഇസ് ഘട്ന പർ, ഘട്ന എന്ന് വെച്ചാൽ സംഭവം, ഓക്കെ, സംഭവം. സമാചാർ പത്ര കെ ലിയെ ഏക് റപ്പട്ട് തയ്യാർ കരെ. അപ്പോൾ ന്യൂസ് പേപ്പറിന് വേണ്ടിയിട്ടുള്ളൊരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. സോ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഒന്ന് ഘട്ന, അതായത് സംഭവം. ക്യാ, കബ്, കഹ, ക്യോ, കേസി. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണം എന്നാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആകുമ്പോൾ അല്ലേ. ക്യാ എന്ന് പറയുമ്പോൾ, കബ് എന്ന് പറയുമ്പോൾ, കഹ എന്ന് പറയുമ്പോൾ, ക്യോ എന്ന് പറയുമ്പോൾ, കേസി എന്ന് പറയുമ്പോൾ, ഇതൊക്കെ എന്താണല്ലേ, ഇതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ എങ്ങനെയാണ് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് തന്നെ സ്ട്രെയിറ്റ് അവേ ഒരു റിപ്പോർട്ട് എഴുതുന്നതിന് പകരം ഓരോ പോയിൻറ്റും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓരോ പോയിൻറ്റിനും നമുക്ക് ലൈൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താ വരുന്നത്? ഘട്ന. ഘട്ന എന്ന് വെച്ചാൽ എന്താ? സംഭവം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഞാൻ ഓരോ കളറിലാണ് ഓരോ വേർഡ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിലും അതേ കളറിൽ ആ വേർഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അർത്ഥം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഘട്ന ബ്ലാക്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ് എന്താ? സംഭവം. അപ്പം നമുക്ക് വായിക്കാം. ഗാന്ധിജി ने नमक कानून का उल्लंघन करते हुए दांडी मार्च किया. जो भारतीय स्वतंत्रता संग्राम का एक महत्वपूर्ण हिस्सा बना. അപ്പോൾ എന്താ പറയുന്നത്? ഗാന്ധിജീനെ നമക് കാനൂൻ ക, കാനൂൻ എന്ന് വെച്ചാൽ നിയമം, ഉല്ലംഘൻ എന്ന് വെച്ചാൽ ലംഘിക്കുക അല്ലെ ലംഘിച്ച്, സംഗ്രാം എന്ന് വെച്ചാൽ സമരം, മഹത്വപൂർണ്ണ എന്ന് വെച്ചാൽ പ്രധാന, ഹിസ്സ എന്ന് വെച്ചാൽ ഭാഗം. അപ്പോൾ എന്താ പറയുന്നത്? ഗാന്ധിജി ने नमक कानून का उल्लंघन करते हुए दांडी मार्च किया, जो भारतीय स्वतंत्रता संग्राम का एक महत्वपूर्ण हिस्सा बना. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ച് ദണ്ഡി മാർച്ചിന് നേതൃത്വം നൽകി. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ഭാഗമായി. അതാണ് ഘട്ന അല്ലേ, അതാണ് സംഭവം. അടുത്ത എന്താ? ക്യാ. ക്യാ എന്ന് വെച്ചാൽ എന്താണ്? गांधी और उनके साथियों ने समुद्र के पानी से खुद नमक बनाकर अंग्रेज़ों का कानून तोड़ा. അപ്പോൾ നമ്മൾ
ഓൾമോസ്റ്റ് എല്ലാ വാക്കിനും നമുക്ക് മീനിങ് അറിയാം. ഗാന്ധിജി ഓർ ഉൻകെ സാത്തിയോ എന്ന് വെച്ചാൽ ഗാന്ധിജിയും കൂട്ടരും, സമുദ്രക്ക് കടൽ, പാനി എന്ന് വെച്ചാൽ വെള്ളം, ഖുദ് എന്ന് വെച്ചാൽ സ്വയം, ഓക്കെ സ്വയം, നമക് ഉപ്പാണ്, ബനാന എന്ന് വെച്ചാൽ ഉണ്ടാക്കുക, അംഗ്രേസ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ, കാനൂൻ എന്ന് വെച്ചാൽ നിയമം, തോട എന്ന് വെച്ചാൽ ലംഘിച്ചു അല്ലേ. അപ്പം ഗാന്ധിജിയും കൂട്ടരും കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷ് നിയമം ലംഘിച്ചു. അതാണ് ക്യ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഇനി കബ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് കബ്, എപ്പോൾ, എപ്പോഴാണ് ഇത് സംഭവിച്ചത്. 12 മാർച്ച് 1930 को യാത്ര की शुरुआत हुई. അതായത് 12 മാർച്ച് 1930 ഈ യാത്രയുടെ ആരംഭം. ശുരുവാത് ഹോന എന്ന് വെച്ചാൽ ആരംഭിക്കുക. और 6 ഏപ്രിൽ 1930 को ദാണ്ഡി പഹുഞ്ച് എന്ന് വെച്ചാൽ എത്തുക. നമക് കാനൂൻ തോടാ ഗയ, അതിനുശേഷം ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു അല്ലേ. അപ്പം 1930 മാർച്ച് 12 യാത്ര ആരംഭിച്ചു. 1930 ഏപ്രിൽ 6 ദാണ്ഡിയിൽ എത്തിയതിനു ശേഷം ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടു. അതാണ് സംഭവിച്ചത് അല്ലേ. കബ്, എപ്പോഴെന്നതിൻ്റെ ഉത്തരമായി. കഹ, ഇനി എവിടെ, കഹാം എന്ന് പറഞ്ഞാൽ എവിടെ. അഹമ്മദാബാദ് സെ ദാണ്ഡി ഗുജറാത്ത് കെ സമുദ്ര തട്ട് തക്. അഹമ്മദാബാദിൽ നിന്ന് ദാണ്ഡി ഗുജറാത്തിലെ ഒരു സമുദ്ര തീരമാണല്ലേ. അപ്പം അഹമ്മദാബാദ് മുതൽ ഗുജറാത്തിലെ ദാണ്ഡി സമുദ്ര തീരം വരെ. തട്ട് തക് എന്ന് വെച്ചാൽ തീരം വരെ. ക്യൂ, എന്തിന്, എന്തുകൊണ്ട്. अंग्रेज़ों द्वारा लगाए गए नमक कानून के खिलाफ विरोध और देशवासियों को स्वतंत्रता के लिए प्रेरित करने के उद्देश्य से. അപ്പോൾ അംഗ്രേസോ ദ്വാര, ബ്രിട്ടീഷുകാരിലൂടെ, ലഗായെ ഗയെ അടിച്ചേൽപ്പിച്ച, നമക് കാനൂൻ ഉപ്പ് നിയമത്തിന്, ഖിലാഫ് എന്ന് വെച്ചാൽ എതിരെ, അപ്പോൾ ഉപ്പ് നിയമത്തിനെതിരെ, വിരോധ് ഓർ അപ്പോൾ പ്രതിഷേധിക്കാനും, ദേശവാസിയോക്കോ രാജ്യക്കാരെ, സ്വതന്ത്രത കെ ലിയെ സ്വാതന്ത്ര്യത്തിനായി, പ്രേരിത് കർണേ കെ ലിയെ പ്രേരിപ്പിക്കാനും ആണ് ഉദ്ദേശം. ഉദ്ദേശസേ എന്ന് വെച്ചാൽ ഉദ്ദേശം. कैसे, എങ്ങനെ. गांधी ने 12 मार्च 1930 को अहमदाबाद से पैदल यात्रा शुरू की. पैदल എന്ന് വെച്ചാൽ കാൽനടയായിട്ട്, ശുരു കർണ എന്ന് വെച്ചാൽ ആരംഭിക്കുക അല്ലേ. അപ്പോൾ ഗാന്ധിജി 12 മാർച്ചിന് അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായിട്ട് യാത്ര ആരംഭിച്ചു അല്ലേ, മാർച്ച് ആരംഭിച്ചു. ഇസ് യാത്രാ കെ ദൗരാൻ എന്ന് വെച്ചാൽ യാത്രയിൽ അല്ലെ യാത്രയിലൂടെ, ഹസാരോ ലോഗ് ആയിരക്കണക്കിന് ആൾക്കാർ, ഉൻസെ ജുഡ്തേ ഗയെ അദ്ദേഹത്തോടൊപ്പം, ജുഡ്തേ ഗയെ എന്ന് വെച്ചാൽ ഒപ്പം ചേരുക, ഒപ്പം ചേർന്നു. രാസ്തേ മേ കൈ ഗാവോ മേ റുക്തേ ഹുവെ, വഴിയരികിലെ പല ഗ്രാമങ്ങളിലും നിർത്തി. കൈ എന്ന് വെച്ചാൽ പല, റുക്ന എന്ന് വെച്ചാൽ നിൽക്കുക. ലോഗ് ഉൻകാ സ്വാഗത് കർത്തെ, ആളുകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും, ഉൻകെ സാത്ത് ജുഡ്തേ ഗയെ ഒപ്പം ചേരുകയും ചെയ്തു. സഭി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ, എല്ലാവരും ഗ്രാമത്തിൽ ഒരു രാത്രി കഴിച്ചുകൂട്ടും. കാട്ട്ന എന്ന് വെച്ചാൽ കഴിച്ചുകൂടുക. ഓർ സുബഹ് ഫിർ ചൽപ്പെടുത്തെ, രാവിലെ വീണ്ടും പുറപ്പെടുകയും ചെയ്യും. അന്ത് മേ ഒടുവിൽ, ഗാന്ധിജി 6 ഏപ്രിൽ 1930 को ദാണ്ഡി പഹുഞ്ചെ, ഗാന്ധിജി 1930 ഏപ്രിൽ 6 ദാണ്ഡിയിലെത്തുകയും, സമുദ്ര കെ പാനി സെ നമക് ബനാക്കർ, സമുദ്രത്തിലെ അല്ലെ കടലിലെ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി, അംഗ്രേസോ കാ കാനൂൻ തോട, ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ചു. ഇസ് പ്രകാർ, ഇതുപോലെ ഗാന്ധിജിനെ പൂരേ ദേശ് കോ, ഗാന്ധിജി മുഴുവൻ രാജ്യത്തിന് അംഗ്രേസോൻ സെ മുക്ത് എന്ന് വെച്ചാൽ മോചനം, ഹോനെ കാ രാസ്ത ദിക്കാ ദിയ, രാസ്ത എന്ന് വെച്ചാൽ വഴി. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം നേടാനുള്ള വഴി ഗാന്ധിജി രാജ്യത്തിനാകെ കാണിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ എല്ലാ വേർഡ്സും മനസ്സിലായി, എല്ലാ ലൈൻസും മനസ്സിലായി അല്ലേ. അപ്പോൾ ഓരോ പാർട്ടായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ മുഴുവനായിട്ടൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എഴുതേണ്ടത്. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു കാര്യം വായിക്കുക. റപ്പട്ട് കെ ആധാർ പർ സഹി യാ ഗലത് കാ നിഷാൻ ലഗായി. അപ്പോൾ ശീർഷക് വേണം, അപ്പോൾ ഒരു ടൈറ്റിൽ വേണം അല്ലേ. ശീർഷക് എന്ന് വെച്ചാൽ ടൈറ്റിൽ, ഹെഡ്ലൈൻ വേണം ഒരു ന്യൂസ് റിപ്പോർട്ടിന്. സ്ഥാൻ വേണം, പ്ലേസ് വേണം അല്ലേ, പ്ലേസ് വേണം. ഘട്ന കാ വിവരൺ ഹെ, സംഭവത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം വേണം. വസ്തുനിഷ്ഠത എന്ന് വെച്ചാൽ അക്യുറസി ഓഫ് ഫാക്ട്, നമ്മൾ എഴുതുന്നതെല്ലാം സത്യമാണ്, ശരിയായ ആരോ കണ്ടതോ അല്ലെങ്കിൽ
ശരിയായിട്ടുള്ള സോഴ്സസിൽ നിന്ന് നോക്കി എഴുതിയതാണ് ആണല്ലേ. നമ്മളിപ്പോൾ ഈ ബുക്ക് നമ്മൾ ചാപ്റ്റർ പഠിച്ചതിൽ നിന്ന് നോക്കി എഴുതിയതാണ്. ദൃഷ്ടികോൺ എന്ന് വെച്ചാൽ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൽ നിന്ന് സമൂഹത്തിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണ്, അതൊക്കെ വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു റിപ്പോർട്ട് എഴുതാം. ഇതും വീണ്ടും ഞാൻ ഹിന്ദിയിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ശീർഷകാണ് ഗാന്ധിജി കാ ദാണ്ഡി മാർച്ച് നമക് സത്യാഗ്രഹ. ഗാന്ധിജിയുടെ ദാണ്ഡി മാർച്ച് ഉപ്പ് സത്യാഗ്രഹം. ടൈറ്റിലായോ? ആയി. ദാണ്ഡി, അയ്യോ അവിടെ എന്താ വന്നിരിക്കുന്നതല്ലേ, അത് വേണ്ട. ദാണ്ഡി 6 ഏപ്രിൽ 1930 ഡേറ്റ് ആണല്ലേ. സ്ഥലവും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. भारतीय स्वतंत्रता संग्राम के दौरान महात्मा गांधी ने 1930 में दांडी मार्च का आयोजन किया. इसमें उन्होंने ब्रिटिश शासन के खिलाफ नमक कानून का विरोध किया. ഭാരതീയ സ്വതന്ത്രതാ സമരകാലത്ത്, സംഗ്രാം കെ ദൗരാൻ എന്ന് വെച്ചാൽ സമരകാലത്ത്, മഹാത്മാഗാന്ധിനെ 1930 ദാണ്ഡി മാർച്ച് കാ ആയോജൻ കിയ. ദാണ്ഡി മാർച്ച് ആയോജൻ കർണ എന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. इसमें उन्होंने ഇതിൽ ഗാന്ധിജി ബ്രിട്ടീഷ് ശാസൻ കെ ഖിലാഫ്, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, ശാസൻ എന്ന് വെച്ചാൽ ഭരണം, ഖിലാഫ് എന്ന് വെച്ചാൽ എതിരെ, അപ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നമക് കാനൂൻ കാ വിരോധ് കിയ, ഉപ്പു നിയമത്തെ അദ്ദേഹം വിരോധിക്കുക എന്ന് വെച്ചാൽ എതിർക്കുക, വിരോധ് കിയ എന്ന് വെച്ചാൽ എതിർത്തു. അടുത്ത പാരഗ്രാഫ് എന്താ എഴുതിയിരിക്കുന്നത്? दांडी मार्च 12 मार्च 1930 को अहमदाबाद से शुरू हुआ और 6 अप्रैल 1930 को दांडी पहुंचकर समाप्त हुआ. അപ്പോൾ 1930 മാർച്ച് 12 അഹമ്മദാബാദിൽ നിന്ന് ആരംഭിച്ച ദാണ്ഡി മാർച്ച് 1930 ഏപ്രിൽ 6 ദാണ്ഡിയിൽ സമാപ്ത് ഹുവ എന്ന് വെച്ചാൽ അവസാനിച്ചു. ഇസ് ആന്തോലൻ എന്ന് വെച്ചാൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ഉദ്ദേശ്, പ്രധാന ലക്ഷ്യം, ഇവിടെ നോക്കുക, ഇവിടെയാണ് പ്രധാന ലക്ഷ്യം, ബ്രിട്ടീഷ് ദ്വാര ലഗായേ ഗയേ, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെ അടിച്ചേൽപ്പിച്ച നമക് കാനൂനോ അതായത് ഉപ്പ് നിയമങ്ങൾക്ക് ഖിലാഫ് എന്ന് വെച്ചാൽ എതിരെ. അപ്പോൾ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച ഉപ്പ് നിയമങ്ങൾക്കെതിരെ വിരോധ് കർണ അല്ലെ പ്രതിഷേധിക്കുകയും और भारतीयों में ഇന്ത്യക്കാരിൽ സ്വതന്ത്രതാ കെ പ്രതി ജാഗരൂകത, സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, സ്വതന്ത്രതാ കെ പ്രതി ജാഗരൂകത എന്ന് വെച്ചാൽ അവബോധം, ഫേലാന എന്ന് വെച്ചാൽ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ കുറേ ആൾക്കാരിലേക്ക് എത്തിക്കുക, പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ എന്താണ്? दांडी मार्च 12 मार्च 1930 को अहमदाबाद से शुरू हुआ और 6 अप्रैल 1930 को दांडी पहुंचकर समाप्त हुआ. 1930 മാർച്ച് 12 അഹമ്മദാബാദിൽ നിന്ന് ആരംഭിച്ച ദാണ്ഡി മാർച്ച് 1930 ഏപ്രിൽ 6 ദാണ്ഡിയിൽ അവസാനിച്ചു. इस आंदोलन का मुख्य उद्देश्य ब्रिटिश द्वारा लगाए गए नमक कानूनों के खिलाफ विरोध करना और भारतीयों में स्वतंत्रता के प्रति जागरूकता फैलाना था. ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച ഉപ്പ് നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയും ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. നെക്സ്റ്റ് നോക്കുക, ഇസ് യാത്ര കെ ദൗരാൻ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വായിച്ചപ്പോൾ തന്നെ പല വേർഡ് മീനിങ്സും മനസ്സിലായിട്ടുണ്ടാവും. ഇസ് യാത്ര കെ ദൗരാൻ ഹസാറോ ലോക് ഉൻസെ ജുട്ടെ ഗയേ. ഈ യാത്രയിൽ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നു. രാസ്തേ മേ കൈ ഗാവോ മേ റുക്തേ ഹുവേ. വഴിയരികിൽ പല ഗ്രാമങ്ങളിലും നിർത്തി. ലോക് ഉൻകാ സ്വാഗത് കർത്തെ. ആളുകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ഉൻകെ സാത്ത് ജുട്ടെ ഗയേ, ഒപ്പം ചേരുകയും ചെയ്തു. സഭി ലോക് രാത് കിസി ഗാവ് മേ കാട്ടെ. എല്ലാവരും ഒരു ഗ്രാമത്തിൽ രാത്രി കഴിച്ചു കൂട്ടുകയും ഓർ സുബ ഫിർ ചൽ പടുത്തെ, രാവിലെ വീണ്ടും പുറപ്പെടുകയും ചെയ്യും. अंत में ഒടുവിൽ गांधी 6 अप्रैल 1930 को दांडी पहुंचे और समुद्र के पानी से नमक बनाकर अंग्रेज़ों का कानून तोड़ा. ഒടുവിൽ 1930 ഏപ്രിൽ 6 ഗാന്ധിജി ദാണ്ഡിയിലെത്തുകയും ബ്രിട്ടീഷ് നിയമം ലംഘിച്ച് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുകയും ചെയ്തു. ഇനി അവസാനം നമ്മൾ ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ, ദൃഷ്ടികോൺ അല്ലെങ്കിൽ കാഴ്ചപ്പാട്. ഗാന്ധിജിനെ പൂരെ ദേശ് കോ അംഗ്രേസോൻ സെ മുക്ത് ഹോനെ കാ രാസ്ത ദിക്കാ ദിയ. ഗാന്ധിജി പൂരെ ദേശ് എന്ന് വെച്ചാൽ രാജ്യം മുഴുവനും, അംഗ്രേസോൻ സെ
ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിതരാവാനുള്ള വഴി കാട്ടിക്കൊടുത്തു. രാസ്ത ദിഖാ ദിയ. ഇസ് ഘട്നാനെ, ഈ സംഭവം ഭാരതീയ സ്വതന്ത്രതാ സംഗ്രാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏക് മഹത്വപൂർണ്ണ സ്ഥാൻ ബനായ, ഒരു സുപ്രധാനമായ സ്ഥാനം നേടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുക. നമ്മൾ സംഭവം എഴുതി, എപ്പോഴാണ് സംഭവിച്ചതെന്ന് എഴുതി, ഒരു കാഴ്ചപ്പാടൊക്കെ കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് ന്യൂസ് റിപ്പോർട്ട് എൻഡ് ചെയ്തു. അപ്പോൾ നോക്കുക, നിങ്ങൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ടൈറ്റിൽ, പിന്നെ സ്ഥലം, ഡേറ്റ്, പിന്നെ ഇത് മുഴുവൻ അങ്ങ് ഒരുമിച്ച് എഴുതുക. ഓക്കെ, നെക്സ്റ്റ് 2 क्वेश्चन ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ. അതിൻ്റെ ആൻസറാണ്. अंग्रेज़ों ने भारत के लोगों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लगा रखा था, इसका कारण क्या होगा? ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു നികുതിയും വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്തായിരിക്കാം? अंग्रेज़ों ने भारतीयों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लगा रखा था. അപ്പോൾ अंग्रेज़ों ने भारतीयों को खुद से नमक बनाने की, സ്വയം ഉപ്പുണ്ടാക്കുന്നതിൽ നിന്ന് റോക്ക് റഖാത്ത എന്ന് വെച്ചാൽ തടയുക ചെയ്തിരുന്നു. ടാക്സ് ലഗാ റഖാത്ത എന്ന് വെച്ചാൽ നികുതി ചുമത്തുകയും ചെയ്തിരുന്നു. ക്യോंकि, കാരണം, उन्होंने नमक का व्यापार आधिकारिक रूप से नियंत्रित करना था. क्योंकि उन्हें, കാരണം അവർക്ക് ഉപ്പിൻ്റെ വ്യാപാരം ഔദ്യോഗികമായിട്ട്, ആധികാരിക് എന്ന് വെച്ചാൽ ഔദ്യോഗികമായിട്ട് നിയന്ത്രിക്കേണ്ടി വന്നതിനാൽ, അതായത് നിയന്ത്രിത് കർണാത്ത, എന്തിനാണ് അവർക്ക് നിയന്ത്രിക്കേണ്ടത്? इससे वे नमक पर टैक्स लेकर भारतीय जनता से अधिक धन प्राप्त करते थे. ഇക്കാരണത്താൽ ഇന്ത്യൻ ജനതയിൽ നിന്ന് കൂടുതൽ പണം ഉപ്പിന് നികുതിയെടുത്ത് അവർ നേടിയിരുന്നു. അവർ കൂടുതൽ പൈസ നേടിയിരുന്നു ഉപ്പിൽ നിന്ന് നികുതിയെടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. अंग्रेज़ों ने भारतीयों को खुद नमक बनाने से रोक रखा था और नमक पर टैक्स लगा रखा था, क्योंकि उन्हें नमक का व्यापार आधिकारिक रूप से नियंत्रित करना था. इससे वे नमक पर टैक्स लेकर भारतीय जनता से अधिक धन प्राप्त करते थे. ഉപ്പ് വ്യാപാരം ഔദ്യോഗികമായി നിയന്ത്രിക്കേണ്ടി വന്നതിനാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ സ്വയം ഉപ്പുണ്ടാക്കുന്നത് ഇന്ത്യക്കാർ സ്വയം ഉപ്പുണ്ടാക്കുന്നത് തടയുകയും ഉപ്പിന് നികുതി ചുമത്തുകയും ചെയ്തിരുന്നു. ഇക്കാരണത്താൽ ഇന്ത്യൻ ജനതയിൽ നിന്ന് കൂടുതൽ പണം ഉപ്പിന് നികുതി എടുത്ത് അവർ നേടിയിരുന്നു. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 17 वर्ष बाद देश संपूर्ण उस रास्ते पर चलता हुआ आज़ाद हो गया. इस रास्ते में हुई मुख्य घटनाएं क्या क्या है? അപ്പോൾ 17 വർഷത്തിനുള്ളിൽ ഈ ഒരു വഴിയിലൂടെ കടന്ന് നമ്മൾ ഫ്രീഡം നേടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വഴിയിലുണ്ടായ പ്രധാന സംഭവങ്ങളെ എടുത്തെഴുതാനാണ് പറയുന്നത്. इस रास्ते में हुए मुख्य घटनाएं थी गांधी जी का दांडी मार्च, जिसमें उन्होंने समुद्र के पानी से खुद नमक बनाया और अंग्रेज़ों के नमक का कानून का उल्लंघन किया. उल्लंघन എന്ന് വെച്ചാൽ ലംഘിക്കുക, നമ്മൾ പഠിച്ചു മുകളിൽ. इसके बाद लोगों में आंदोलन फैला. പിന്നെ ഈ ഒരു പ്രസ്താവന ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുകയും വ്യാപിക്കുകയും, ഫേല എന്ന് വെച്ചാൽ പ്രചരിക്കുക അല്ലെങ്കിൽ വ്യാപിക്കുക, പ്രചരിക്കപ്പെടുക. ഫേലാന എന്ന് വെച്ചാൽ പ്രചരിക്കുക, ഫേല എന്ന് വെച്ചാൽ വ്യാപിക്കുക. ഓക്കെ, രണ്ടിനും ഏകദേശം സെയിം അർത്ഥമാണ് വരുന്നത്. और देश ने संपूर्ण राष्ट्रीय एकता, സമ്പൂർണ്ണ എന്ന് വെച്ചാൽ മുഴുവനായിട്ട്, തികഞ്ഞ, രാഷ്ട്രീയ എന്ന് വെച്ചാൽ ദേശീയ, ഏക്ത എന്ന് വെച്ചാൽ ഐക്യം, യൂണിറ്റി, കെ സാത്ത് ഐക്യത്തോടെ, സ്വതന്ത്രതാക്കി ലഡായി, ലഡായി എന്ന് വെച്ചാൽ ഫൈറ്റ്, പോരാടുകയും ചെയ്തു. അപ്പോൾ ഈ വഴിയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്താണ്? ഗാന്ധിജിയുടെ ദാണ്ഡി മാർച്ച്. അദ്ദേഹം കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കുകയും ബ്രിട്ടീഷ് ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ ഒരു പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുകയും രാജ്യം തികഞ്ഞ് ദേശീയ ഐക്യത്തോടെ സ്വാതന്ത്ര്യത്തിനായി പോരാടുകയും ചെയ്തു. इस रास्ते में हुई मुख्य घटनाएं थी गांधी जी की दांडी मार्च, जिसमें उन्होंने समुद्र के पानी से खुद नमक बनाया और अंग्रेज़ों के नमक कानून का उल्लंघन किया. इसके बाद लोगों में आंदोलन फैला और देश ने संपूर्ण राष्ट्रीय एकता के साथ स्वतंत्रता की लड़ाई की. अब ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.